അല്ലേ വേണ്ട. എന്തുപറ്റി? ഒരു നിങ്ങൾ ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കൂടാനുള്ള ഒരു സോളിഡ് റീസൺ കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളല്ലേ? ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഞാൻ ഒരു സൽസ്വഭാവം പാവമൊക്കെ അല്ലേ? അല്ലേ? അതെ. അങ്ങനെ ഒരു സൽസ്വഭാവിയായ ഞാൻ അവളുടെ ഫോണും ചോദിക്കും, ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യാൻ. അപ്പോൾ തരില്ല എന്ന് പറയും. അതെന്താ കാരണം? തൻ്റെ ഫോൺ ചോദിച്ചിട്ട് കൊടുത്തു കാണില്ല. അതല്ല, അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തിനാ അവളറിയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവളിടയ്ക്ക് എന്നെ പഴഞ്ചൻ എന്ന് വിളിക്കാറുണ്ട്. അതിനെന്താ കാരണം? അത് തൻ്റെ പേര് നിരഞ്ജൻ എന്നല്ലേ, അതിനെ കളിയാക്കി പഴഞ്ചെന്ന് വിളിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പം തൻ്റെ മുടിയൊക്കെ സ്റ്റൈലാക്കിയില്ലേ? അതൊക്കെ ശരിയാ, മുടിയൊക്കെ ചെത്തായിട്ടുണ്ട്. പക്ഷെ അവളുടെ വിചാരം ഞാൻ ഇപ്പോഴും ഒരു പഴഞ്ചനാണെന്നോ. അതുകൊണ്ട് അവളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ന്യൂ ജനറേഷൻ പയ്യനായിട്ട് ഇടപാടണം നമുക്ക് വരുത്താം. അതും കൂടാണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ട് പോകുന്നുണ്ടെന്നും എഴുതിക്കും. അതാവുമ്പോൾ എനിക്ക് ഇടയ്ക്ക് വഴക്കൂടാൻ കാരണമായല്ലോ. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അല്ല എഴുത്തുകാരാ, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക, നിങ്ങൾ ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കൊണ്ട് അവിഹിതത്തിലിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണല്ലേ? അങ്ങനെ ഒന്നുമില്ല. ഇല്ലല്ലോ. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇയാൾക്ക് ഈ പുള്ളിക്ക് 5 മണിക്ക് ഓഫീസ് തീരും, അതായത് 20 മിനിറ്റുള്ളിൽ ഇങ്ങോട്ട് എത്താൻ. 6 മണി 6:15 ആകുമ്പോഴേ പുള്ളി ഇവിടെ എത്തണത്. അതുവരെ എന്തെടുക്കുക? കിട്ടി ഇത് മതി. അതെന്താ? 5 മണിക്ക് ജോലി കഴിഞ്ഞ് താമസിച്ച് വീട്ടിലേക്ക് എത്തുന്നു. കൊള്ളാം. യെസ്, ഇലയൊക്കെ ഉണ്ടല്ലോ. ആര്? അല്ല, നമ്മുടെ എഴുത്തുകാരൻ ചേട്ടൻ്റെ വേറൊരു കഥാപാത്രം. പുതിയൊരു കഥാപാത്രവും. അതായത് നമ്മുടെ ഈ ഭർത്താവ് ഒരു ദിവസം കറക്റ്റ് 5:20 വീട്ടിലെത്തും. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭർത്താവ് ഭാര്യയുടെ ചാരനെ കാണും. ഞാൻ തന്നെ. എങ്ങനെയുണ്ട്? ഇവനെ കണ്ടാലും പറയും ന്യൂ ജനറേഷൻ ചാരൻ. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വേണ്ട അല്ലേ? പൊക്കോ. അല്ല, ഒന്നും കൂടി ഒന്ന് ചോദിച്ചു എനിച്ചോടാ. വേണ്ടല്ലേ? വേണ്ട. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അപ്പൊ 6:15 കഴിഞ്ഞ് വീട്ടിലെത്തണ ഇങ്ങേർക്കേ ഓഫീസിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എഴുതിക്കൂടെ? അതൊന്നും പറ്റില്ല. എന്താ പറ്റാത്ത? എഴുത്തുകാരനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നു, എൻ്റെ സ്വഭാവം ഭയങ്കര നല്ലൊരു മനുഷ്യനാണെന്നും ഭാര്യയോട് പറ്റാത്ത സ്നേഹമെന്നും മറ്റ് പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കില്ലെന്നും എന്നൊക്കെ. അയ്യടാ, മറ്റ് സ്ത്രീകളുടെ മുഖത്ത് നോക്കില്ലാന്ന്. എന്നിട്ടാണോടോ താൻ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ ഫ്ലാറ്റിലെ മേഴ്സിനെ കയ്യും കാലും കാണിച്ചോണ്ടിരുന്നത്? ഞാൻ അപ്പുറത്തെ ആ വീൽ ചെയറിരിക്കുന്ന അപ്പച്ചൻ നോക്കി സുഖം അന്വേഷിച്ചല്ലേ? 4 വർഷം എങ്ങനെ വീൽ ചെയർ കയറിയിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണോ സുഖം അന്വേഷിക്കാൻ നേരം കിട്ടിയത്? അത് ശരി, എനിക്കിവിടെ ആരോടും സുഖം അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലേ? തന്റെ സുഖവിവരങ്ങളുടെ പട്ടികയൊന്നും എന്നെ കൊണ്ട് പറപ്പിക്കല്ലോ. പട്ടിക? എന്ത് പട്ടിക? അതെ, നീ വരുന്നതിന് മുമ്പേ ഇവിടെ ഉള്ളവരോടൊന്നും ചോദിച്ചു നോക്ക്, 5-6 മാസം മുന്നേ എങ്ങനെ അവിടെ ജീവിച്ചിരുന്നതെന്ന്. ആരും എന്നെ പറ്റിയോട് മോശം പറയില്ല. ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ താൻ പറയാൻ നിൽക്കണ്ട. ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയില്ലല്ലോ താൻ നേരെ ബൈനോക്കുലറുടെ സീൻ പിടിക്കുമെന്ന്. ബൈനോക്കുലർ തന്നെ ഞാൻ വരുമ്പോ ഉണ്ടായിരുന്നല്ലോ, താൻ എന്നെ കൊണ്ടല്ലോ എടുത്ത് കളഞ്ഞേ. പിന്നെ ആര് കളഞ്ഞു? അത് ഞാൻ കിളീനെ നോക്കാൻ വേണ്ടി മേടിച്ചാണ്. ഏപ്രിൽ നമ്മുടെ സമയത്ത് തല മൊത്തം ചുമന്നൊരു തത്ത വരുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തേ കിളിയൊന്നും ഇല്ലേ? അതെങ്ങനെ വരും? അന്ന് തത്ത കൂട് കൂട്ടിയ തെങ്ങൊക്കെ മുറിച്ച് കളഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ബൈനോക്കുലർ ഞാൻ കൂട്ടുകാർക്ക് കൊടുത്തു. ഓ പിന്നെ ഒരു കൂട്ടുകാരൻ, അയാളെ വല്ല സീൻ പിടിക്കാൻ കൊണ്ടുപോയതായിരിക്കും. എന്റെ സുഹൃത്തുക്കളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, ഈ എഴുത്തുകാരന്റെ തൂലിക്കൽ ജനിച്ച തങ്കം പോലത്തെ സുഹൃത്തുക്കൾ എനിക്ക്. നീ നിന്റെ ചാരൻ. സമാധാനം. പുതിയൊരു കഥ തുടങ്ങാം.
ഒരു ഭൂമി കുലുക്കത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്.